ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം ഉന്നയിച്ച് BJP ഇന്ന് കളക്ടറേറ്റ് മാർച്ച് നടത്തും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 4-നാണ് മതപരിവർത്തന ശ്രമത്തിന് വഴങ്ങാത്തതിനെ തുടർന്ന് സഹപാഠിയെ പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. സുധീഷാണ് വിശദാംശങ്ങൾ നൽകുക. സുധീഷ, എപ്പോഴാണ് BJP മാർച്ച്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. കേരള പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് നീങ്ങുന്നത്? സുധീഷ്. ഗൗതം, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJPയുടെ കളക്ടറേറ്റ് മാർച്ച് ആലപ്പുഴയിൽ നടക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 4-ാം തീയതിയാണ് സാവരിയ ബസന്ത് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. സഹപാഠിയായ സദറുൽ അനമാണ് മതപരിവർത്തന ശ്രമത്തിന് വഴങ്ങാത്തതിനെ തുടർന്ന് അതിക്രൂരമായി ഈ സാവരിയെ കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. കാരണം ഈ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ തന്നെ സാവരിയ തടങ്കലിലാക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നു. ഇത് ഒറ്റയ്ക്കൊരാൾ തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയം നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളടക്കം ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും ഉസ്ബെക്കിസ്ഥാനിലെ അന്വേഷണ ഏജൻസി അത് കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൃത്യമായ അന്വേഷണം അത് നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അത്തരമൊരു ആവശ്യം ബന്ധുക്കളടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ കേരള പോലീസ് ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. എന്നാൽ ഇതിൻ്റെ അന്വേഷണ ചുമതല ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെയും ഇതുവരെ ഏൽപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഇതുവരെയും ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ചുമതല ആരെയും ഏൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് കാലം എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം ഇതിൻ്റെ അന്വേഷണവും പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്നാണ് ആവശ്യം. അതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ CBI അന്വേഷണം ആവശ്യപ്പെടുക. അതിന് സമയം കൂടുതലെടുക്കും. എന്നാൽ സംസ്ഥാന മന്ത്രിസഭ ഇതിൽ തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചാൽ അതിനുള്ള നടപടികൾ വളരെ വേഗത്തിലാക്കാൻ കഴിയും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടക്കം ഇതിനോടകം തന്നെ BJP MP അടക്കം ഈ ഒരു ആവശ്യം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടി വരും. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് BJP ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ നമുക്കറിയാം, സാവരിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ അതിക്രൂരമായ മർദ്ദനം, അതും കൊടും ക്രൂരതയാണ് കൊലപാതകത്തിന് മുമ്പ് നടന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ അതിലെ കൊലപാതകത്തിന് ഉപയോഗിച്ചത് ലാപ്ടോപ്പാണെന്ന് പറയുന്നു. അതടക്കമുള്ള പ്രധാന തൊണ്ടിമുതലുകളെല്ലാം ബന്ധുക്കളിലേക്ക് കൊടുത്തയക്കുന്ന സാഹചര്യം. അതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം എത്രത്തോളം ഉസ്ബെക്കിസ്ഥാനിൽ കൃത്യമായി നടക്കും എന്ന സംശയം നിലനിൽക്കുന്നു. അതിലുപരി ബന്ധുക്കൾ അവിടെ ചെല്ലുമ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പ്രാദേശികമായ ഉസ്ബെക്കിസ്ഥാൻ വാസികളുടെ തന്നെ ഇടപെടലുണ്ടാകുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ബന്ധുക്കളെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി CBI അന്വേഷണം ആവശ്യപ്പെടുക എന്ന ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. ഗൗതം.